السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഒരു കാര്യം പ്രത്യേകം ഉണർത്താനുള്ളത്, അൽ ഖുർആൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സൂറത്തു സൽസല എങ്ങനെ തെറ്റില്ലാതെ ഓതി പഠിക്കാം എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിനു മുമ്പ് ആമീൻ തൊട്ടു മുമ്പത്തെ ഒരു രണ്ട് മൂന്ന് മുമ്പത്തെ ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചതാണ്, അമീൻ എന്നല്ലേ പറയുന്നത്? അല്ല, ആമീൻ എന്നാണ് പറയുന്നത്. ആമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആമീൻ എന്നാണ്. പക്ഷേ ഇവിടെ ആ എന്നുള്ള സ്ഥലത്ത് ആമീൻ എന്ന് പറയുമ്പോൾ ആ മീൻ എന്നാണ്. അപ്പൊ ആ എന്നുള്ള സ്ഥലത്ത് സാധാരണ നീട്ടലേ ഉള്ളൂ. നമ്മൾ ആന എന്നൊക്കെ പറയുന്ന അത്രയും നീട്ടിയാൽ മതി. പക്ഷേ ആമീൻ എന്ന് പറയുമ്പം അവിടെ മദ് ആരിൽ എന്ന് പറയും. നമ്മൾ നിർത്തുന്ന സമയത്ത് ഒരു സുക്കൂൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? കുറച്ചധികം നീട്ടണം. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ ആയത്തുകളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ നമ്മൾ നീട്ടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ മദ് ആരിലിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അമീൻ എന്നല്ല പറയുന്നത്, ആമീൻ. ആ ആ ആ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നീട്ടുന്നുണ്ട്. പക്ഷെ അവിടെ കൂടുതൽ നീട്ടേണ്ട ആവശ്യമില്ല. ആമീൻ എന്നല്ല, ആമീൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ആ എന്നുള്ളത് നമ്മൾ കുറച്ചേ നീട്ടാറുള്ളൂ. മീൻ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ നീട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആരോ ഒരാള് സംശയം ചോദിച്ചിരുന്നു. വളരെ നല്ല സംശയമാണ്. ഇങ്ങനെ ഓരോ സംശയങ്ങൾ നമ്മൾ ദൂരീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നത്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, സംശയങ്ങൾ കമന്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇന്ന് സൂറത്തു സൽസല നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യം സൂറത്ത് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടി പറയാണ്. സിൽസാലഹ, ആ എന്ന് നീട്ടാനുള്ള, സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ആ എന്ന് നീട്ടാനുള്ള സൂറത്തുകളാണെങ്കിൽ അവസാനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കൂടുതൽ നീട്ടിയ പോലെ സിൽസാലഹ എന്ന് നീട്ടാൻ പാടില്ല. സാധാരണയുള്ള ആ നീട്ടുണ്ടല്ലോ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, അത്ര മതി. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. ഇനി ഓരോ ആയത്തുകൾ നമ്മൾക്ക് പരിശോധിച്ചു പോകാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഇദാ, നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റവും ചേരുമ്പോഴാണ് ദ എന്നുള്ള അക്ഷരം ഉണ്ടാകുന്നത്. സ എന്നുള്ള അക്ഷരം അവ ദ ഉച്ചരിക്കുന്ന സമയത്തും ത ഉച്ചരിക്കുന്ന സമയത്തും നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കുന്നു. ഇനി സ, 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 ഈ പറയുന്ന അക്ഷരങ്ങൾ നാവിന്റെ കൂർത്ത അറ്റം
2 വരി മുൻപല്ലുകൾക്കിടയിൽ, മുൻപല്ലുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ മുൻപല്ലിന്റെ തൊട്ടു പിന്നിലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ സുൽസിലത്തി, ജാസ ഈ രണ്ടക്ഷരങ്ങൾ വരുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നാണ് നിൽക്കുക. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. അപ്പോ ഇത് ലാദാണ്, ഇത് റായാണ്. ദ എന്ന് പറയുമ്പം നാവിന്റെ അറ്റം, ദ എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത്, അവ അതിന്റെ അറ്റത്തിൽ വെച്ചുകൊണ്ടാണ് ദ എന്ന് ഉച്ചരിക്കുന്നത്. ല എന്നുള്ള അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്നത്, അർലു എന്ന് പറയുന്നത് നാവിന്റെ വലതുഭാഗമോ ഇടതുഭാഗമോ ഏതെങ്കിലും ഒരു ഭാഗം ആ സൈഡിലുള്ള അണപ്പല്ലുകളിൽ വെച്ചുകൊണ്ടാണ്. അണപ്പല്ല് എന്ന് പറയുന്നത് ഈ സൈഡിൽ ഉണ്ടാകുന്ന വലിയ പല്ലുകൾ ഉണ്ടല്ലോ, അപ്പൊ ഇതിനെയാണ് നമ്മൾ അണപ്പല്ല് എന്ന് പറയുന്നത്. അപ്പൊ ഈ അണപ്പല്ലിലേക്ക് ചേർത്ത് വെച്ചിട്ട്, അപ്പൊ അണപ്പല്ലിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ കുറച്ച് അതിന്റെ മോണയിലൂടെ എന്ത് ചെയ്യും, ഒന്ന് അവിടെ സ്പർശിക്കും. അപ്പൊ അല്ലാ അല്ലാ. അപ്പൊ ഇവിടെ ഇദാ സുൽസിൽ അർളു സിൽസാലഹ. അപ്പൊ ഇത് കൃത്യമായി ശ്രദ്ധിക്കണം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. അപ്പൊ ദാ വേറെയാണ്, ദാ വേറെയാണ്, ലാ വേറെയാണ്. അപ്പൊ ഇത് മൂന്നും 3 സ്ഥലങ്ങളിൽ നിന്നുള്ള ഉച്ചാരണമാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദാ സിൽസാലഹ, ഈ ഈ എന്നുള്ള ഉച്ചാരണം, ഇകാരങ്ങൾ, ഇകാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണം. ഇത, 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 അല്ലാതെ ഇത എന്നായി പോകാൻ പാടില്ല. അല്ല, അതേപോലെ തന്നെ എന്താണ്, ഈയുമല്ല, ഈ രണ്ടിനെയും ഇടയിലുള്ള ഒരു ഉച്ചാരണം പാടില്ല. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഅഖ്റജത്തിൽ അർളു. ളയുടെ മഖ്റജ് പറഞ്ഞു, നാവിന്റെ വലതുവശം അല്ലെങ്കിൽ ഇടതുവശം ഏതെങ്കിലും ഒരു വശം അതിനെതിരെയുള്ള അണപ്പല്ലിലും അതിന്റെ മോണയിലുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ള എന്ന് ഉച്ചരിക്കുന്നത്. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ, അസ്ഖാലഹ, അസ്കാലഹ എന്നല്ല, ഇത് നേരത്തെ പറഞ്ഞ അതേ മഖ്റജ് തന്നെയാണ്. ദ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്ന നാവിന്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റവും വെച്ചുകൊണ്ടാണ് ദ, സ. അസ്ഖാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ وقال الإنسان ما لها وقال الإنسان ما لها وقال الإنسان ما لها. ഇല്ല, നാവിന്റെ അറ്റം അല്ലെങ്കിൽ അറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന വശം ആ പല്ലുകളുടെ അഥവാ മേലെ മുൻപല്ലുകളുടെ മോണയിൽ ചേർത്ത് വെച്ചിട്ടാണ് ല, ല, ന, ന എന്ന് പറയുന്ന അതിന്റെ അടുത്ത് നിന്നാണ് ഉച്ചാരണം വരുന്നത്. ല നായോട് അടുത്ത സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ ല, വഖാലൽ, ഖ എന്ന് പറയുന്നത് എവിടുന്നാണ്, നാവിന്റെ ആരംഭം അല്ലെങ്കിൽ നാവിന്റെ തുടക്കം, അതിന്റെ നേരെ മേലെ കാണുന്ന അണ്ണാക്ക്, അണ്ണാക്കിന്റെ മൃദുലമായ ഭാഗത്ത്, മൃദുലമായ ഭാഗത്ത് വെച്ചാൽ നമുക്ക് ക കിട്ടും, ഉറപ്പുള്ള ഭാഗത്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ക എന്നുള്ള ഉച്ചാരണം കിട്ടും. വഖാലൽ ഇൻസാനു മാ ലഹ. അപ്പൊ നിങ്ങൾ ഇവിടെ ചോദിക്കരുത് ഇൻസാനു എന്ന് നമ്മൾ എന്തുകൊണ്ട് ഓതുന്നില്ല. അത് ഖുർആൻ പാരായണത്തിന്റെ ഒരു നിയമമാണ്. ഇൻസാനു എന്നുള്ള വാക്ക് അഥവാ സുക്കൂനുള്ള നൂനിന് ശേഷം സീന് വന്നു കഴിഞ്ഞാൽ, സ എന്നുള്ള അക്ഷരം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, ഈ നൂനിനെ മറച്ചു മണിക്കണം. അവ നൂനല്ലാത്ത രീതിയിലേക്ക് ഇൻസാനു എന്ന് പറയാൻ പറ്റില്ല. ഇൻസാനു, അവ നൂനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും, പക്ഷെ നൂനിനെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് മറച്ചു വെച്ച് ഉച്ചരിക്കും. وقال الإنسان ما لها. ഈ ഒരു നിയമത്തിന്റെ പേരാണ് ഇഖ്ഫ എന്ന് പറയും. നിങ്ങൾ പേരുകളൊന്നും പഠിക്കണ്ട, നിങ്ങൾ ഇതേ രീതിയിൽ ഞാൻ ഈ ഉച്ചരിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന അതേ രീതിയിൽ തന്നെ ഉച്ചരിച്ച് പഠിക്കുക. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, യൗമഇദിൻ, യൗമഇദിൻ, മാലികി യൗമിദ്ദീൻ. ഇവിടെ ഇത്തരത്തിലുള്ള ഉച്ചാരണം ഉണ്ടല്ലോ, ഇപ്പം യൗം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് സാധാരണ നമ്മള്
എന്നുള്ള ഉച്ചാരണം പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ഇവിടെയും നമുക്കൊരു തെറ്റ് വരും. യൗമി എന്നാണ്. മി എന്നാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ ഓതി കഴിഞ്ഞാൽ യോമി എന്ന് വരും. അപ്പൊ യൗമ ഈദിൻ, യൗമ ഈദിൻ എന്നായി പോകരുത്. യൗമ ഈദിൻ, യൗമ, യൗ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയണം. യൗം, യൗമ എന്നുള്ളത് യൗ, ഔ എന്നുള്ള ഉച്ചാരണം തന്നെ കറക്റ്റ് ആയിട്ട് വരണം. يومئذ تحدث أخبارها يومئذ تحدث أخبارها يومئذ تحدث أخبارها. അപ്പൊ ഇവിടെ യൗമ ഈദിൻ, ഇതാ നമ്മൾ പറഞ്ഞു നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴെ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത്. യൗമ ഈദിൻ തുഹദ്ദിസു അഖ്ബാറഹ. തുഹദ്ദിസു, ദ എന്ന് പറയുന്നത് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. അവ നാവിന്റെ തല മേലെ മുൻപല്ലുകളുടെ മുരട്ടിൽ വെച്ചുകൊണ്ടാണ് ദ എന്നുള്ള, അല്ലെങ്കിൽ തുഹദ്ദിസു, ത അതേ ഉച്ചാരണമാണ്, ദ അതേ ഉച്ചാരണമാണ്. യൗമ ഇതിൻ തുഹദ്ദിസു അഖ്ബാറഹ, യൗമ ഇതിൻ തുഹദ്ദിസു. നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെയാണ്. ഇഖ്ഫാ എന്ന് പറയും. സുക്കൂനുള്ള നൂന് തെൻവീൻ. തെൻവീൻ എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിൽ നൂനാണ്. അതിനുശേഷം ത എന്നുള്ള അക്ഷരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മറച്ചു മണിക്കണം. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ബിഅന്ന, പ എന്നുള്ള അക്ഷരം, മ എന്നുള്ള അക്ഷരം, ഈ പറയുന്ന രണ്ടക്ഷരങ്ങളും എന്താണ്? ചുണ്ടിൽ നിന്നാണ്. മ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ മൃദുവായിട്ടാണ് ചുണ്ട് അടച്ചു വെക്കുന്നതെങ്കിൽ, പ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശക്തമായ രീതിയിൽ എന്ത് ചെയ്യും? ചുണ്ട് അടച്ചു വെക്കും. ബി അന്ന, ബി അന്ന, അത് പ്ലസ് ഇ, ഈ പറയുന്ന ഒരു രീതിയിലുള്ള രണ്ടും അല്ലാത്തൊരു ഉച്ചാരണമായി പോകാൻ പാടില്ല. മറിച്ച് ബി അന്ന റബ്ബക ഔഹാ ലഹാ. ബി അന്ന, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ന, മ, ഈ പറയുന്ന രണ്ടക്ഷരങ്ങൾക്ക് ഇതുപോലെ ശബ്ദ് വന്നാൽ ആ അക്ഷരത്തെ ഇരട്ടിപ്പിച്ച്, ഇപ്പൊ റബ്ബക്ക എന്ന് പറഞ്ഞു, അവിടെ നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല. ബ എന്ന് പറയുന്ന അക്ഷരത്തെ ഇരട്ടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതേ സമയത്ത് മ, ന വന്നാൽ ഇരട്ടിപ്പിച്ചാൽ മാത്രം പോരാ, അവിടെ എന്ത് ചെയ്യണം? മണിച്ചുച്ചരിക്കണം. ബി അന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ, ഇവിടെയും യൗ, യൗ, യൗമഇദിൻ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും. ഇവിടെ യസ്ദുറു, യസ്ദുറു എന്ന് പറയുമ്പം ദ, സ, ത, ഈ പറയുന്ന മൂന്നക്ഷരങ്ങളും നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ, അവ മുൻപല്ലുകളുടെ തൊട്ടു പിന്നിൽ അവിടെ സ്പർശിച്ചു സ്പർശിച്ചില്ല എന്നുള്ള ഒരു അകലത്തിലായിരിക്കും ഉണ്ടാവുക. അതേ സമയത്ത് ഈ രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കുമെങ്കിലും ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം ഉയർന്നു നിൽക്കും. അതാണ് വ്യത്യാസം. അപ്പൊ യസ്ദുറു അന്നാസു, ഈ രണ്ടക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അഷ്ടാതൻ, ഷ എന്ന് പറയുന്നത് നാവിന്റെ മധ്യഭാഗം, നാവിന്റെ മധ്യഭാഗം മേലെയുള്ള അണ്ണാക്കിന്റെ, അഥവാ നാവിന്റെ മധ്യം അതിന്റെ നേരെ മുകളിലുള്ള അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഷ എന്നുള്ള അക്ഷരം. അപ്പം മലയാളത്തിൽ ഷ, ഷ, ഈ പറയുന്ന രണ്ടക്ഷരങ്ങളുണ്ട്. ആ ഒരു ഉച്ചാരണമല്ല, അറബിയിൽ ഒറ്റ ഷ മാത്രമേ ഉള്ളൂ. ആ ഷയുടെ ഉച്ചാരണം എന്ന് പറയുന്നത് നാവിന്റെ മധ്യഭാഗം അതിന്റെ തൊട്ടു മുകളിലുള്ള അണ്ണാക്കിൽ, അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ഉച്ചാരണമാണ്. റെഡിയാണല്ലോ? യൗമ ഇദിൻ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും. ഇവിടെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. യൗമ ഇദിൻ യസ്ദുറു, ഇവിടെ തെൻവീന് ശേഷമാണ്, ഒന്നുകിൽ തെൻവീന് അല്ലെങ്കിൽ സാക്കിനായ നൂന്, ഇതിന് ശേഷം നൂന്, വാവ്, യാ, മീം, ഈ പറയുന്ന നാല് അക്ഷരങ്ങൾ വന്നാൽ
4 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇദ്ഗാമും ബി ഗുന്ന എന്നാണ് പറയാ. അവിടെ മണിക്കണം. മണിക്കലോടുകൂടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന അക്ഷരത്തിലേക്ക് ചേർത്തി ഓതണം. അപ്പൊ യൗമ ഇദിൻ യസ്തുറു, യൗമ ഇദിൻ യസ്തുറു, യൗമ ഇദിൻ യസ്തുറു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ദിൻ എന്ന് പറയുന്ന തെൻവീനിനെ നമ്മൾ യായിലേക്ക് ചേർക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ മണിച്ചുച്ചരിക്കുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. യൗമ ഇദിൻ യസ്തുറു, യൗമ ഇദിൻ യസ്തുറു എന്നാണ് എഴുത്തിലുള്ളത്. അത് നമ്മൾ പാരായണം ചെയ്യേണ്ടത് യൗമ ഇദിൻ യസ്തുറു. അപ്പൊ ഈ തെൻവീനിനെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് യായിലേക്ക് ചേർക്കും. എന്നിട്ട് എന്ത് ചെയ്യും? മണിച്ചങ്ങ് ഉച്ചരിക്കും. യൗമ ഇദിൻ യസ്ദുറുന്നാസു, യസ്ദുറുന്നാസു. നൂനിന്റെ കാര്യം പറഞ്ഞല്ലോ. നൂന് ഷദ് വന്നാൽ മണിക്കണം. അശ്താതൻ ലിയുറൗ, അശ്താതൻ ലിയുറൗ, അശ്താതൻ ലിയുറൗ. ഇവിടെ അശ്താതൻ, ഈ തെൻവീനിനും നൂനിനും ശേഷം ലാമ് റാ ഈ രണ്ടക്ഷരങ്ങൾ വന്നാൽ നമ്മൾ മണിക്കാതെ ഈ അക്ഷരത്തെ അഥവാ തെൻവീനിനെ അവിടെ മണിക്കാതെ നമ്മൾ ചേർത്തോതും. അശ്താതൻ ലിയുറൗ, ഈ പറയുന്ന തെൻവീനിനെ ലാമിലേക്ക് അങ്ങ് ചേർക്കും. എന്നിട്ട് ലാമിന് എന്ത് ചെയ്യും? നമ്മൾ ഇരട്ടിപ്പിക്കും. തെൻവീനിനെ ലാമിലേക്ക് ചേർത്തിട്ട് ലാമിന് അങ്ങ് ഇരട്ടിപ്പിക്കും. അശ്താതൻ ലിയുറൗ. അപ്പൊ ജസ്റ്റ് അവിടെ നൂനാണെന്ന് തോന്നിപ്പിക്കുന്ന ചെറിയൊരു ഉച്ചാരണം ഉണ്ടാവും. അശ്താതൻ ലിയുറൗ, അശ്താതൻ ലിയുറൗ. അപ്പൊ ല എന്നുള്ള അക്ഷരത്തിലേക്ക് ചേർത്തിയിട്ട് തെൻവീൻ ഉച്ചരിക്കും. അപ്പൊ ഇതിന് നമ്മൾ പറയാ ഇദ്ഗാമും ബി ഗുന്ന എന്നാണ് പറയാ. ഇതിന് നമ്മൾ പറയാ ഇദ്ഗാമും ബിലാ ഗുന്ന എന്നാണ്. പേരുകളൊന്നും നിങ്ങൾ പഠിക്കണ്ട, ഉച്ചാരണം മാത്രം ശ്രദ്ധിച്ചാൽ മതി. യൗമ ഇദിൻ യസ്ദുറു അശ്താതൻ ലിയുറൗ, അശ്താതൻ ലിയുറൗ അഅ്മാലഹും. يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره. ഫമൻ, ഫമൻ, ഫ എന്നുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം അറിയോ? പലപ്പോഴും നമ്മൾ വാവ്, വ എന്നുള്ള അക്ഷരം വ എന്ന് പറഞ്ഞിട്ട് ഫഇന്റെ മഖ്റജിൽ നിന്ന് പറയാറുണ്ട്. അപ്പൊ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചുകൊണ്ടാണ് ഫ എന്ന് ഉച്ചരിക്കുന്നത്. ഫമൻ യഅ്മൽ, നൂന്, നൂന് നാവിന്റെ അറ്റം, അത് മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത്, അവ നമ്മൾ ല ഉച്ചരിക്കുന്നതിന്റെ തൊട്ടു പിന്നിലായിട്ടാണ് ന എന്നുള്ള അക്ഷരത്തിന്റെ മഖ്റജ് വരുന്നത്. ഓക്കെ ആണോ? അപ്പം ഫമൻ യഅ്മൽ. അപ്പൊ ഇവിടെ ഇവിടെ ഫമൻ എന്നുള്ള ഉച്ചാരണം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഫമൻ യഅ്മൽ, ഞാൻ നേരത്തെ പറഞ്ഞ സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നു. അപ്പൊ ഇദ്ഗാമും ബി ഗുന്നയായിട്ട് ഫമൻ യഅ്മൽ, ഫമൻ യഅ്മൽ എന്ന് പറയും. അപ്പൊ അവിടെ നൂനിന് ഉച്ചാരണമില്ല. പക്ഷെ ഞാൻ നൂനിന്റെ മഖ്റജ് ഇതുവരെ പറയാത്തത് കൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. فمن يعمل مثقال ذرة, مثقال ذرة. രണ്ടും മഖ്റജ് എന്താണ്? നാവിന്റെ അറ്റം, മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റം. അതേസമയത്ത് ദാസ ഈ രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കുന്നു. فمن يعمل مثقال ذرة خيرا يره, ذرة خيرا يره. ഇവിടെ فمن يعمل خيرا يره. രണ്ട് സ്ഥലത്തും എന്താണ്? ഇദ്ഗാമും ബിഗുന്ന തന്നെയാണ്. അപ്പൊ ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയുന്ന നിയമം പറഞ്ഞത് നിങ്ങൾക്ക് പ്രായോഗികവൽക്കരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. فمن يعمل مثقال ذرة خيرا يره, خيرا يره. അപ്പൊ ഇവിടെ ഫമൻ യഅ്മൽ ഇദ്ഗാമും ബിഗുന്നയാണ്. ദർറത്തിൻ ഖൈറൻ, അവിടെ ഇൽഹാറാണ്, വ്യക്തമായി തന്നെ പറയണം. അപ്പൊ ഇവിടെ തെൻവീൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ദർറത്തിൻ ഖൈറൻ എന്ന് പറയാൻ പാടില്ല. അവിടെ ഇൽഹാറാണ്, വ്യക്തമായി തന്നെ പറയണം. ദർറത്തിൻ ഖൈറൻ യറ. ഇവിടെയും എന്താണ്? ഇദ്ഗാമും ബിഗുന്നയാണ്. വമൻ യഅ്മൽ, അഥവാ അടുത്തവും വരുന്ന അത് തന്നെയാണ്. വമൻ യഅ്മൽ ശർറൻ യറ, അതേ ഇദ്ഗാമും ബിഗുന്ന തന്നെയാണ് ആവർത്തിച്ചു വരുന്നത്. വമൻ യഅ്മൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ.
ദർറത്തിൻ ശർറൻ യറ. ഇവിടെ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇഖ്ഫ ആണ്. അപ്പൊ ദർറത്തിൻ ഷർറൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു തെൻവീനിന്റെ നൂൻ എന്നുള്ള ഉച്ചാരണത്തെ നമ്മൾ ദർറത്തിൻ ഷർറൻ എന്ന് പറയുന്നതിന് എന്ത് ചെയ്യും? ദർറത്തിൻ ശർറൻ യറ. ومن يعمل مثقال ذرة شرا يره ومن يعمل مثقال ذرة شرا يره. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ആയത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായ രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യാം? ഈ സൂറത്ത് ഒന്ന് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അടുത്ത സൂറത്തുമായി കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ AML ഖുർആൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.